ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമുക്കൊരു അവിയൽ വെച്ചാലോ? അതിനുവേണ്ടിയുള്ള എല്ലാം നമ്മൾ അരിഞ്ഞ് ചട്ടിക്കകത്ത് വെച്ചു കേട്ടോ. ചട്ടിക്കകത്ത് എന്നാക്കി ഉണ്ടെന്ന് കാണണ്ടേ? ഉണ്ടോ? ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത്തക്കായുണ്ട്, ചേമ്പുണ്ട്, പിന്നെന്താ മുരിങ്ങക്കായുണ്ട്, കോവലുണ്ട്. അങ്ങനെ അവിയലിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മളിതേ കുറച്ച് കായെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ, ഞങ്ങളുടെ അമ്മ കുളിക്കാൻ വേണ്ടി എല്ലാം റെഡി ആകുവാണേലും ഇവിടെയാണ് അമ്മയുടെ ശ്രദ്ധ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവളെന്നാ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ അതെ അമ്മയും കൂടെ കൂടിയൊക്കെ കേട്ടോ എല്ലാം അരിഞ്ഞൊക്കെ തന്നെ. അപ്പോൾ നമ്മളിതെല്ലാം അങ്ങോട്ടിട്ടു. അതിനെല്ലാം ഒന്നും ഈ അവിയലിന് നമുക്ക് ഒത്തിരി വേഗമൊന്നും വേകണ്ട. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കായും പിന്നെ ചേന, ചേമ്പ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പച്ചക്കറികളെ. ഉരുളക്കിഴങ്ങ് വേണ്ട കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു വിധിയായ ധാരണ ഉണ്ടായിരുന്നു ഈ അവിയലിന് ഉരുളക്കിഴങ്ങ് വേണമെന്ന്. അങ്ങനെ വേണ്ട കേട്ടോ. ഇതൊരു ഹാഫ് വേവായി വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ടോ തക്കാളി? അവനെ അങ്ങോട്ട് ഇടുന്നു. അതുകൂടെ ഒന്ന് ആവി കയറി വരുമ്പോൾ നമുക്കിവിടെ നല്ല കരിയാപ്പലയുണ്ട്. ഉണ്ടോ കരിയാപ്പല? നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം നല്ല കരിയാപ്പല ഉണ്ട്. ഇവിടെ ഇതുണ്ടോ? അവനെ അങ്ങോട്ട് ഊരിതേ ഇങ്ങനെ അങ്ങോട്ട് ഇടണം. അവിയൽ ഏറ്റവും നല്ല, നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സമ്പുഷ്ടമായ ഒരാഹാരമാണ്. പിന്നെ അത് എല്ലാം ഒന്ന് വെന്ത് ഒന്ന് ആവി കയറി വരുമ്പോൾ നമ്മളിത് കണ്ടോ, തേങ്ങ എല്ലാം നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുകയാണ്. തേങ്ങ, ജീരകം, ഉള്ളി, ഉപ്പ് ഒക്കെ, ഇച്ചിരി ഉള്ളിയും കൂടെ ഞാൻ അരച്ചിട്ടുണ്ടേ. എല്ലാം കൂടെ ചേർത്തങ്ങോട്ട് കഴിച്ചാൽ മക്കളെ ഒന്നും പറയണ്ട. അപ്പം ഇതായി വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ആവി കയറിയാൽ മതി. ആവി കയറി വരുമ്പോൾ വെള്ളമൊന്നും ഒത്തിരി ഒഴിക്കരുത്. ഓക്കെ, കാരണം ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുന്നുണ്ടോ, നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. അത് കഴിഞ്ഞ് തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് വേവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതൂടെ ചേർത്ത് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി അതിന് മേപ്പോട്ടൊന്ന് ഇടുന്നു. അവിയലൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയുള്ള കേട്ടോ അത്. എല്ലാം ഒന്ന് ആവി കയറി വരുമ്പോൾ ഈ സ്പാച്ചില ഒത്തിരി നല്ലതാണ് കേട്ടോ, ഇളക്കാനൊക്കെ ഒത്തിരി നല്ല ഇതാണ്. ഒന്ന് ആവി കയറുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. അങ്ങനെ ആവി കയറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കുന്നു. ഉണ്ടോ? എന്നിട്ട് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഈ മിക്സി എല്ലാം ഒന്ന് കുലുക്കി കഴുകി പോട്ടങ്ങോട്ടിടുന്നു. നമ്മളൊന്നുകൂടെ ഇളക്കി ഒന്ന് കൊടുത്ത് ആവി കയറ്റി ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂവി നമ്മളിങ്ങനെ എടുക്കുന്നു. മഞ്ഞപ്പൊടി ഇച്ചിരി കൂടിപ്പോയോ എന്നറിയില്ല, എന്നാലും മഞ്ഞളൊക്കെ ഏറ്റവും നല്ലതല്ലേ നമ്മുടെ ശരീരത്തിന്. ഉണ്ടാണേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അവിയൽ. ഉണ്ടോ? എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് വിഷ് ചെയ്യാണ്. സൂപ്പർ അവിയലാണ് ഫ്രം ലോവീസിൻ്റെ ലോകം. ഗോഡ് ബ്ലസ്.